തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി അന്വേഷിച്ച വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകും. വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കമുള്ള നൂലാമാലകൾ ലഘൂകരിക്കണം എന്ന പരാമർശം റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഗുഡ് മോർണിംഗ്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ സലീം? ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിൽ ചില ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ പലതും വസ്തുതയാണ് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പല വകുപ്പ് മേധാവികളിൽ നിന്നും സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നൂലാമാലകൾ നിലനിൽക്കുന്നുണ്ട്. അത് ഏത് നിലയിൽ പരിഹരിക്കണമെന്ന ചില നിർദ്ദേശങ്ങൾ കൂടി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രാഥമിക റിപ്പോർട്ടാണ്. 3 ദിവസം മുൻപാണ് ഈ സമിതി, ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം ആരംഭിച്ചത്. പ്രാഥമിക റിപ്പോർട്ടിന് പിന്നാലെ 6 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ റിപ്പോർട്ട് കൂടി സമർപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കൂടി കടക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ വകുപ്പ് മേധാവികളുമായും ഈ സംഘം സംസാരിച്ചു, വിദഗ്ധ സമിതി സംസാരിച്ചു. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മാത്രമല്ല, ചില രോഗികളിൽ നിന്നും ചില ചികിത്സ മുടങ്ങിയ ഈ ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളോടും ഇവർ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ബന്ധുക്കളോടും സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ മാറ്റിവെക്കുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ച അറിയിപ്പ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവർ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വിവാദത്തിന് തുടക്കമിട്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയുടെ ഒരു തുറന്നുപറച്ചിലാണ്. ഫേസ്ബുക്കിലൂടെ എഴുതിയ തുറന്നുപറച്ചിലിൽ നടപടി ഉണ്ടാകും എന്നുള്ളൊരു സൂചനയായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. പിന്നീട് ഹാരിസ് ഡോക്ടർക്ക് വലിയ പിന്തുണ സമൂഹത്തിൽ നിന്ന് ലഭിച്ചതോടുകൂടി ആരോഗ്യവകുപ്പ് അതിൽ നിന്ന് പിന്നോട്ട് പോയതാണ്. നിലവിൽ വിദഗ്ധ സമിതി ഏതെങ്കിലും നിലയിലുള്ള നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പ് ഏത് നിലയിൽ നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. കാരണം ഈ ഡോക്ടർ ചെയ്തത് തെറ്റല്ല എന്ന നിലയിലായിരുന്നു വളരെ പോസിറ്റീവായി ആരോഗ്യമന്ത്രി ആ വിഷയത്തിൽ ആ വിമർശനത്തെ പിന്നീട് കണ്ടെങ്കിലും ഇന്നലെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ചിരുന്നു. നല്ല ഉദ്യോഗസ്ഥനാണ്, അഴിമതി പുരളാത്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം ചെയ്തത് ഈ സർക്കാരിനെ അടിക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് വടി നൽകുന്ന സമീപനമാണ് എന്നതുൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു അച്ചടക്ക നടപടിയിലേക്കോ ഏതെങ്കിലും തലത്തിലുള്ള വകുപ്പ് തല നടപടിയിലേക്കോ കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിലെ ഉള്ളടക്കം സംബന്ധിച്ച പൂർണ്ണ വിവരം പുറത്തു വരും. അതിനുശേഷമാകും മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എത്ര വലിയ ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യത്തിലും വ്യക്തത വരിക. ഉന്മേഷ് ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി ഡോക്ടർ ഹാരിസ് ഹസൻ. പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുമെന്ന് ഡോക്ടർ. പ്രതികരിച്ചതിനാൽ കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തി. പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ 24നോട് പറഞ്ഞു. പാവപ്പെട്ട രോഗി നിന്ന് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും. അങ്ങനെ ആ ഒരു മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണത്. അപ്പോൾ അത് ലക്ഷ്യം ശരിയായിരുന്നു, പക്ഷേ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തി, കാര്യങ്ങൾ അതുകൊണ്ട് ഫലപ്രാപ്തിയിലെത്തി. നമ്മൾ ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഈ താമസം വരുമ്പോൾ രോഗിക്ക് അപായം സംഭവിക്കുന്നത് ആണല്ലോ കൂടുതൽ പ്രധാനം. അത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് നമുക്ക് കൂടുതൽ വേദനാജനകമായിരുന്നേനെ. ഇതിനകത്ത് നമുക്കങ്ങനെ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു. പക്ഷെ അത് പ്രതികരിച്ചതുകൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് എത്തിയത്. ഇല്ലെങ്കിൽ അത് പ്രതികരിച്ചിരുന്നില്ലെങ്കിൽ അത് അങ്ങനെ എത്തില്ല. അത് പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ ആ സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഡാർക്ക്നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമലോണിലെ മുഖ്യകണ്ണി മൂവാറ്റുപുഴ സ്വദേശി എഡിസണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ എഡിസന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ പരിശോധിക്കും. ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് NCBയുടെ കണ്ടെത്തൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ്. ഏകദേശം വലിയൊരു ഡാർക്ക് നെറ്റ് ശൃംഖലയാണ് ഈ കെറ്റാമലോൺ. ആ കെറ്റാമലോണിനെ കണ്ടെത്താനും പെൻഡ്രൈവ് അടക്കമുള്ള ഇതിലേക്ക് ആക്സസ് നൽകുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് തരത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നത്? ഇതിന്റെ പിന്നിൽ ഒരു മൂവാറ്റുപുഴക്കാരനാണ് എന്ന വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടല്ലോ.
ക്രിസ്റ്റീന, തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ശൃംഖലയിൽ തന്നെയാണ് NCB തകർത്തിരിക്കുന്നത്. അത് നേരത്തെ മുതൽ തന്നെ ഈ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരി മരുന്ന് വിൽപ്പന അതൊരു ശൃംഖലയായിട്ട് വളരുന്നുണ്ട് എന്നും അതൊരു ലഹരി വിൽപ്പന അധികമായി മാറുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ മുതൽ തന്നെ NCBക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ ആദ്യ അറസ്റ്റൊക്കെ ഈ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ചൊക്കെയാണ് നടന്നിട്ടുള്ളത്. പിന്നീട് ആ അന്വേഷണം ഈ വിപുലമാകുന്നതിനിടയിലാണ് അത് കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ മൂവാറ്റുപുഴയിലെ എഡിസണിലേക്ക് എത്തിച്ചേരുന്നത്. ആ എഡിസൺ ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ കണ്ണിയായിട്ടുള്ള വ്യക്തിയാണ് എഡിസൺ. അതുകൊണ്ട് തന്നെ എഡിസനെ കേന്ദ്രീകരിച്ച് 6 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ NCB നടത്തിയ 6 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ എഡിസനെ കണ്ടെത്തുന്നതും ഏറ്റവും വലിയൊരു ശൃംഖലയെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടും NCBക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഈ NCBയുടെ അടുത്ത നീക്കം എന്ന് പറയുന്നത് ഈ മുഖ്യ കണ്ണി ആയതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം നേരത്തെ തന്നെ NCBക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചും ഇനി NCB അന്വേഷണം നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ തെളിവുകളും NCBക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എഡിസന്റെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളാണ് ഇനി NCB പരിശോധിക്കുന്നത്. ആദ്യം തന്നെ കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുകയും കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അതിന് തെളിവുകൾ ഇനിയും അധികമായിട്ട് വേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കുന്നത്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, എഡിസന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് NCB ഇതിനോടകം തന്നെ തീർപ്പാക്കിയിട്ടുണ്ട്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കുന്നത്. കോഡുകൾ വഴി ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇടപാട് നടത്തുന്ന ആളുകളെയും ഈ വിൽപ്പനക്കാരെയും അവരുടെ മേൽവിലാസമില്ലാത്ത ഐഡികളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുക എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കായിരിക്കും ഇനി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 14 മാസത്തിനിടെ 600 പാഴ്സലാണ് എഡിസന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിക്കാനും കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങാനുമാണ് NCBയുടെ നീക്കം. ക്രിസ്റ്റീന. ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. സർക്കാർ നിയോഗിച്ച മെഡിക്കൽ കോളേജിലെ 7 അംഗ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് VSന്റെ ചികിത്സ. നിലവിൽ 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് തുടരുകയാണ്. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സലീം, ഗുഡ് മോർണിംഗ്. VSന്റെ നില അതീവ ഗുരുതരമായി തുടരുമ്പോൾ തന്നെയും മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ട് എന്നൊരു ചെറിയ പ്രതീക്ഷ കൂടെ ഡോക്ടേഴ്സ് പങ്കുവെക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നുണ്ടോ? വിവരങ്ങൾ. ഉന്മേഷ് ക്രിസ്റ്റീന, അതീവ ഗുരുതരമായി തന്നെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നില തുടരുകയാണ്. കഴിഞ്ഞ 23-നാണ് VS അച്യുതാനന്ദൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ അതീവ ഗുരുതരമായി തുടർന്ന് ആരോഗ്യനില ചിലപ്പോഴൊക്കെ ചില പുരോഗതി കാണിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും ആ നില തുടരുകയാണ്. ഇന്നലെയും ഡയാലിസിസ് തുടർന്നിരുന്നു. 72 മണിക്കൂർ തുടർച്ചയായി ഡയാലിസിസ് എന്നുള്ളതാണ് ഡോക്ടർമാർ നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടിനൊപ്പം തന്നെ CRRT, ആന്റിബയോട്ടിക് എന്നീ ചികിത്സകൾ കൂടി നൽകി വരുന്നുണ്ട്. അത് തുടരാനാണ് ഏറ്റവും ഒടുവിൽ ചേർന്ന മെഡിക്കൽ ബോർഡിന്റെയും തീരുമാനം. ഇന്നും മെഡിക്കൽ ബോർഡ് 11 മണിക്ക് ശേഷം യോഗം ചേരും. അതിനുശേഷം ചികിത്സയിൽ ഏതെങ്കിലും നിലയിലുള്ള മാറ്റം വരുത്തണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കും. 12 മണിയോടുകൂടി ഇന്നും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 സ്പെഷ്യലിസ്റ്റുകൾ അടങ്ങുന്ന സംഘമാണ് VSനെ നിരന്തരമായി പരിശോധിച്ചു വരുന്നത്. നിലവിൽ രക്തസമ്മർദ്ദം വളരെ താണ നിലയിലാണ് എന്നുള്ളതാണ്. അതിൽ കാര്യമായ പുരോഗതി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതേസമയം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും 15%-ലധികം തലച്ചോർ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഡോക്ടർമാർ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നൽകുന്ന ചികിത്സ തുടരുക എന്നുള്ളതാണ്. അത് ഒരു 72 മണിക്കൂറത്തേക്ക് നിലവിൽ നൽകുന്ന ചികിത്സ തുടരുക. അതിനുശേഷം ചികിത്സയിൽ ഏതെങ്കിലും നിലയിലുള്ള മാറ്റം വരുത്തണോ എന്നുള്ള കാര്യം ആലോചിക്കാം എന്നുള്ളതാണ് മെഡിക്കൽ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. ഉന്മേഷ്, ക്രിസ്റ്റീന. സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് സാധാരണ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് മിഥില. ഈ വടക്കൻ ജില്ലകളിൽ ഇന്ന് പലയിടത്തും ഒറ്റപ്പെട്ട കനത്ത മഴയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ? എന്താണ് മഴ മുന്നറിയിപ്പുകൾ അവിടെ നൽകിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. കോഴിക്കോട് ഇപ്പോൾ മഴയുണ്ട്, പക്ഷേ അതിശക്തമായ മഴയല്ല, ചാറ്റൽ മഴയാണ്. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു.
പക്ഷേ വടക്കൻ കേരളത്തിലാണ് ഇടവിട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന മുന്നറിയിപ്പുള്ളത്. അതേസമയം സംസ്ഥാനത്ത് നിന്ന് മഴയുണ്ടാകും, അതിശക്തമായ മഴയല്ല, സാധാരണ മഴ മാത്രമായിരിക്കും എന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ 3 ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മഴ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നഗരപരിധിയിലാണ്. നഗരപരിധിയിൽ ഇപ്പോൾ മഴയുടെ ശക്തി കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇന്നലെ രാത്രിയും നല്ല മഴയുണ്ടായിരുന്നു. ക്രിസ്റ്റീന. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഗസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ആവശ്യമായ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വെടിനിർത്തൽ സമയത്ത് എല്ലാ കക്ഷികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം സമർപ്പിക്കും. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. ഗുഡ് ഈവനിങ് മധു. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഈ ട്രൂത്ത് സോഷ്യലിലൂടെയാണല്ലോ നമ്മൾ ഈ വിവരവും അറിഞ്ഞത്. അത് ഇസ്രയേൽ ഈ കരാർ അംഗീകരിച്ചു, 60 ദിവസത്തെ വെടിനിർത്തൽ. ഹമാസും ഈ കരാർ അംഗീകരിക്കുമെന്നൊരു ആത്മവിശ്വാസം കൂടി ട്രംപ് ആ പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. ഗസയിൽ വെടിനിർത്തലിനായി ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് ഈ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് ഇസ്രായേലുമായി വളരെ നീണ്ടതും അതുപോലെ വളരെ പ്രൊഡക്റ്റീവുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ ഈ വെടിനിർത്തലിനായി അമേരിക്കയുടെ പ്രതിനിധി നടത്തിയിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. നേരത്തെ കൃഷ്ണ പറഞ്ഞാൽ ഇതിനായി ഖത്തറും അതുപോലെ ഈജിപ്തും വളരെ സഹായിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. നേരത്തെയും ഈ 2 രാജ്യങ്ങളായിരുന്നു ഈ വെടിനിർത്തൽ കരാറിന് വേണ്ടി അമേരിക്കയുടെ ഒരു ഇടനിലയായിട്ട് ഹമാസുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതേസമയം അമേരിക്കയിലെ ഇസ്രായേൽ എംബസി ഇതുവരെയും ഇത് സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഹമാസിന്റെ പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച അമേരിക്കയിൽ എത്തുന്നുണ്ട്. ഈ ഇറാൻ ആക്രമണത്തിനൊക്കെ ശേഷം ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നതായതുകൊണ്ട് തന്നെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ ഇറാനും ഗസയും ആയിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ചില സൂചനകൾ ഡൊണാൾഡ് ട്രംപ് അന്ന് നൽകിയിരുന്നു. നമുക്കറിയാം 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 പേരാണ്. അതിൽ ഇനിയും 50 പേരാണ് ഹമാസ് തടങ്കലിലുള്ളത്. അതിൽ 28 പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഈ ഇസ്രായേലിന്റെ ഗസയിലെ യുദ്ധത്തിൽ ഇതുവരെ 56,000 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഉന്മേഷ്, ക്രിസ്റ്റീന. മധു, ഒപ്പം തന്നെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും കൂടി വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഈ JD വാൻസിന്റെ ഒരു ടൈ ബ്രേക്കർ വോട്ടിലാണല്ലോ ആ ബില്ല് പാസ്സായത്. ഇനിയിപ്പോൾ ജനപ്രതിനിധി സഭയിലേക്ക് വരുമ്പോൾ ബില്ല് പാസ്സാക്കൽ കുറച്ച് ബുദ്ധിമുട്ടാകുമോ? തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപിന് അതുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം 50-50 എന്ന് പറയുന്ന വോട്ടിങ്ങിന്റെ ഏറ്റവും ഒടുവിലെ നില അതായിരുന്നു. ഒടുവിൽ JD വാൻസ് തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അനുകൂല വോട്ട് നൽകിയതോടുകൂടിയാണ് സെനറ്റിൽ ഈ ബിൽ പാസ്സായിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് സെനറ്റിൽ റിപ്പബ്ലിക്കന് മുൻതൂക്കമുണ്ടെങ്കിലും 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്യ സ്ഥിതിവിശേഷം വന്നതുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ US കോൺഗ്രസിലേക്ക് ഈ ബില്ല് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഹോംവർക്ക് ചെയ്യണം. തന്നെയുമല്ല, എലോൺ മസ്കിന്റെ ഒരു ഭീഷണിയുണ്ട്. പുതിയൊരു പാർട്ടി, അമേരിക്ക പാർട്ടി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ, പ്രത്യേകിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് നവംബറിൽ കാലാവധി കഴിഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ധാരാളം ഫണ്ടിങ് ചെയ്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ ഭീഷണിയായിട്ട് എലോൺ മസ്കും വരുന്നുണ്ട്. പക്ഷേ വൈറ്റ് ഹൗസ് പറയുന്നത്, ഈ എലോൺ മസ്ക് ഒക്കെ പറയുന്നത് ആരാണ് ശ്രദ്ധിക്കുന്നത്, അതായത് വൈറ്റ് ഹൗസിന്റെ നിലപാട് ഓരോ ദിവസം കഴിയുമ്പോഴും മസ്കിന്റെ കാര്യത്തിൽ മാറി വരികയാണ്. ഇതാണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലുമായി ഇപ്പോൾ നമുക്ക് നൽകാൻ പറ്റുന്ന റിപ്പോർട്ട്. കൃഷ്ണ. ശരി, ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം ഇന്ന് മുതൽ 8 ദിവസങ്ങളിൽ പ്രധാനമന്ത്രി 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ഘാനയിലേക്കാണ് ആദ്യ സന്ദർശനം. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിലെത്തുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലും മോദി സന്ദർശനം നടത്തും. 26 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനമാണിത്. ഈ മാസം 6-7 തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 9 നമീബിയയിലും മോദി സന്ദർശനം നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. CMRL മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മാധ്യമപ്രവർത്തകനായ MR അജയൻ നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് പരിഗണിക്കുക.
CBI അന്വേഷണം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി മുൻപ് ഹൈക്കോടതി തള്ളിയതാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നിഷേധിച്ചതിനെതിരെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജാനകി എന്നത് പുരാണ കഥാപാത്രമായതിനാൽ പേരൊഴിവാക്കണമെന്ന റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പേരു മാറ്റാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് രേഖാമൂലം അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിവൈസിംഗ് കമ്മിറ്റിയുടെ പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി തുടർ നടപടികൾ സ്വീകരിക്കും. ജാനകി എന്ന പേര് മതപരമായും വർഗപരമായും അവഹേളനം ആകുന്നതെങ്ങനെ എന്ന നിലപാടിലാണ് കോടതി. ഹർജി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെയും ജസ്റ്റിസ് N. നഗരേഷിന്റെ ബെഞ്ച് കടുത്ത അതൃപ്തിയാണ് അറിയിച്ചത്. അറബിക്കടലിലുണ്ടായ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. 3 ഹർജികളാണ് പരിഗണിക്കുക. കപ്പലപകടത്തിൽ ഇതുവരെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ കോടതി അറിയിക്കും. കപ്പൽ കമ്പനിയുമായി കോടതിയുടെ മേൽനോട്ടത്തിൽ ചർച്ചകൾ മതിയെന്ന നിലപാട് സർക്കാരിനെ ഹൈക്കോടതി അറിയിച്ചിരുന്നു. കണ്ണൂർ മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. പഴക്കമുള്ള സ്റ്റീൽ ബോംബുകളാണ് പോലീസ് കണ്ടെത്തിയത്. അതിൽ 2 ബോംബുകൾ മരത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ച് മൂടിയ നിലയിലായിരുന്നു. ബോംബുകളുടെ സ്ഫോടനശേഷി എത്രയെന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിക്കും. നേരത്തെ തയ്യാറാക്കി ഒളിപ്പിച്ച ബോംബുകൾ പിന്നീട് ഉപേക്ഷിച്ചതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. സ്ഥലം ഉടമയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപ്പിലപ്പീടിക സ്വദേശി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. ഇനി ചില അറിയിപ്പുകളാണ്. കൊല്ലം ഇളമ്പള്ളൂർ SNSM HSSലെ സുവോളജി വിഷയത്തിലേക്ക് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 15-ന് നടക്കും. തിരുവല്ല മഞ്ഞാടി ഡക്ക് ഹാച്ചറി ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്ക് പരിശീലനം. 5 മുതൽ 10 വരെയാണ് പരിശീലനം. പത്തനംതിട്ട SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. പ്രവേശനം ഇന്ന് മുതൽ. പരിശീലന കാലാവധി 30 ദിവസമാണ്. വയനാട് കൽപ്പറ്റ കേന്ദ്ര കലാസമിതി കേരള സംഗീത നാടക അക്കാദമിയുടെ സഹായത്തോടെ മേക്കപ്പ് കലാകാരന്മാർക്ക് മേക്കപ്പ് പരിശീലന ക്യാമ്പ് നടക്കുക ഈ മാസം 8, 9, 10 തീയതികളിൽ. കോഴിക്കോട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നരിക്കുനി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 14-ന് നടക്കും. എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 7 വർഷം. 2018 ജൂലൈ 2-നാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു എന്ന മിടുക്കനായ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. അഭിമന്യു വധക്കേസിലെ 16 പ്രതികളുടെയും വിചാരണ ഉടൻ ആരംഭിക്കാനിരിക്കെയാണ് അഭിമന്യുവിന്റെ ഓർമ്മദിനം. മഹാരാജാസ് കോളേജ് ഇടനാഴികളിൽ അഭിമന്യുവിന്റെ ശബ്ദം മുഴങ്ങാതായിട്ട് 7 വർഷം പിന്നിട്ടു. എങ്കിലും വട്ടവടക്കാരനായ തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ ഒരു കാലത്തും മറക്കില്ല എന്ന പ്രതിജ്ഞ പുതുക്കുകയാണ് മഹാരാജാസിലെ പുതുതലമുറ. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ മഹാരാജാസ് കോളേജിന്റെ ചുമരിൽ അഭിമന്യു കുറിച്ചിട്ട വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യത്തിന് കാലത്തെ അതിജീവിക്കാനുള്ള കരുത്തുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് ഇന്ന് അഭിമന്യു ദിനം കടന്നുവന്നത്. പുലർച്ചെ 12 മണിക്ക് പതിവ് പോലെ അഭിമന്യു കുത്തേറ്റ് വീണയിടത്ത് സഹപാഠികൾ ഒത്തുകൂടി വർഗീയതയ്ക്കെതിരെ മരണം വരെ പോരാടുമെന്ന മുദ്രാവാക്യം മുഴക്കി. വർഗീയ വിരുദ്ധ ചുവരെഴുത്തും നടത്തി. ഇന്ന് ഈ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്തായ വർഗീയതയ്ക്കെതിരെ എങ്ങനെ പ്രതിരോധം തീർക്കണമെന്നും ആ വർഗീയവാദികളെ എങ്ങനെ തിരിച്ചറിയാനും തുറന്നു കാട്ടാനും നമുക്ക് കഴിയുമെന്നും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഓർമ്മയായി അഭിമന്യു മാറി എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ മനസ്സിൽ അഭിമന്യുവിന്റെ ആ മുദ്രാവാക്യം, അഭിമന്യു എഴുതിയ വാക്കുകൾ ഇന്നും ഉറച്ചവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിന്റെയോ പ്രത്യയശാസ്ത്രത്തിന്റെയോ ഒന്നും അതിരുകളില്ലാതെ അഭിമന്യുവിന്റെ ഓർമ്മകൾ ഊർജ്ജമാക്കിക്കൊണ്ടൊരു തലമുറ ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളായി ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ 11 മണിക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് മഹാരാജാസ് കോളേജിലേക്ക് വിദ്യാർത്ഥി റാലി സംഘടിപ്പിക്കും. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി അടക്കമുള്ള വിദ്യാർത്ഥി നേതാക്കൾ പങ്കെടുക്കും. അഭിമന്യുവിന്റെ ഓർമ്മ നിലനിർത്താനായി ഏർപ്പെടുത്തിയ
വിദ്യാർത്ഥി അവാർഡുകളുടെ വിതരണവും ചടങ്ങിൽ നടക്കും. അഭിമന്യു കൊലപാതക കേസിലെ 16 പ്രതികളുടെ വിചാരണ അടുത്ത മാസം ആരംഭിക്കാനിരിക്കെയാണ് ഈ വർഷം രക്തസാക്ഷി ദിനം കടന്നു വന്നതെന്ന പ്രത്യേകതയുമുണ്ട്. 24 കൊച്ചി. ഇനി നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. റഷ്യയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം, 35 പേർക്ക് പരിക്ക്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്കുള്ള സബ്സിഡികൾ പുനഃപരിശോധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ ആഹ്വാനത്തിന് ശേഷം ടെസ്ലയുടെ ഓഹരി വില 6% ഇടിഞ്ഞു. ഇറാനു വേണ്ടി ജർമ്മനിയിൽ ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഡാനിഷ് പൗരന് അറസ്റ്റിൽ. ചാരവൃത്തി ആരോപണം നിഷേധിച്ച് ഇറാൻ. അബ്രഹാമിക് പ്രവാചകന്മാരെ ചിത്രീകരിക്കുന്ന കാർട്ടൂൺ നിർമ്മിച്ചതിന് തുർക്കിയിൽ 4 പേർ അറസ്റ്റിൽ. മതമൂല്യങ്ങളെ പരസ്യമായി അപമാനിച്ചുവെന്ന കുറ്റത്തിന് ഇസ്താംബൂൾ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. യൂറോപ്പിൽ ഉഷ്ണതരംഗം. സ്പെയിനിലും ഇംഗ്ലണ്ടിലും ജൂണിൽ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തി. കൂടുതൽ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം ഇന്നു മുതൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനിടെ ഘാന ഉൾപ്പെടെ 5 രാജ്യങ്ങൾ സന്ദർശിക്കും. ബ്രസീലിലെ റിയോ ഡി ജനീറയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഏതൊക്കെ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം? അദ്ദേഹം എപ്പോൾ പുറപ്പെടും? വിവരങ്ങൾ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ്. ഈ ഒരു സന്ദർശനത്തിനിടെ അദ്ദേഹം 2 ഭൂഖണ്ഡങ്ങളിലായി 5 രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത്. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടക്കുക. ബ്രസീലിൽ 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം എന്നുള്ളത് ചരിത്രപരം കൂടിയാണ്. 3ാം തവണ അധികാരത്തിലെത്തിയ ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദീർഘമേറിയ വിദേശ സന്ദർശനമാണ് ഇത്. അദ്ദേഹം 8 ദിവസമായിരിക്കും ഈ 5 രാജ്യങ്ങളിലായി സന്ദർശനം നടത്തുക. ആദ്യം ഇന്ന് അദ്ദേഹം എത്തുന്നത് ഘാനയിലാണ്. ഘാനയിൽ 30 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായ ഒട്ടേറെ വിഷയങ്ങളിലുള്ള ചർച്ചകൾ ഈ ഘാന സന്ദർശനത്തിനിടെ ഉണ്ടാകും. അദ്ദേഹം ഘാന പ്രസിഡന്റുമായി പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സന്ദർശനം 2 ദിവസത്തെ സന്ദർശനം ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലാണ്. അവിടെ അദ്ദേഹം പ്രധാനമായും 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ സന്ദർശനം നടത്തുന്നത്. ഈ സന്ദർശനത്തിനിടെ രാഷ്ട്ര തലവന്മാരുമായും ഒപ്പം തന്നെ മറ്റ് വിവിധ വിഷയങ്ങൾ, കാർഷിക മേഖലയടക്കമുള്ള വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ ഒരു സന്ദർശനത്തിനിടെ ഉണ്ടാകും. കൂടാതെ അർജന്റീനയിൽ ജൂലൈ 4-5 ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. അർജന്റീനിയൻ സന്ദർശനത്തിനിടെ പ്രതിരോധം, കൃഷി, മൈനിങ്, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ വിവിധ മേഖലകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനത്തിൻ്റെ പ്രധാന അജണ്ട എന്നുള്ളത് ജൂലൈ 5 മുതൽ 8 വരെ ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇനായോസ് ലുല ഡസിൽവയുമായി പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരമടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനമാണിത്. ഇനി ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. ഹിമാചൽ പ്രദേശിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുൻ മുഖ്യമന്ത്രി ജയറാം താക്കൂർ. ദുരിതബാധിത പ്രദേശങ്ങളിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി ജയറാം താക്കൂർ. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്നാഥ് സിംഗ് ഇന്ന് പട്നയിൽ ബി.ജെ.പി. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തെ അഭിസംബോധന ചെയ്യും. കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ കേന്ദ്രമന്ത്രി ശന്തനു താക്കൂർ. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നെന്ന് ശന്തനു താക്കൂറിന്റെ രൂക്ഷ വിമർശനം.
കർണാടകയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാലയുടെ സന്ദർശനത്തിന് നേതൃത്വമാറ്റവുമായി ബന്ധമില്ലെന്ന് മന്ത്രി HK പാട്ടീൽ. പാർട്ടി സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനമെന്ന് HK പാട്ടീൽ. റെയിൽവേ നിരക്ക് വർധനയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BSP അധ്യക്ഷ മായാവതി. പൊതുജനക്ഷേമത്തിനു വേണ്ടിയല്ല, ബിസിനസ് താൽപര്യമാണ് ലക്ഷ്യമെന്നും മായാവതി ആരോപിച്ചു. ഇനി കായിക വാർത്തകളിലേക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന് ഇന്ന് തുടക്കം. ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ എഡ്ജ്ബാസ്റ്റണിലാണ് മത്സരം. പരമ്പരയിൽ ഒപ്പമെത്താൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ലീഡ്സിൽ കയ്യിലിരുന്ന കളി കളഞ്ഞുകുളിച്ച് ഇംഗ്ലണ്ടിനോട് തോൽവി ഇരന്നു വാങ്ങുകയായിരുന്നു ടീം ഇന്ത്യ. ക്രിക്കറ്റിന്റെ 148 വർഷ ചരിത്രത്തിൽ ആദ്യമായാണ് 5 സെഞ്ചുറി അടിച്ചിട്ടും ഒരു ടീം തോറ്റത്. 2 ഇന്നിംഗ്സിലും വാലറ്റക്കാർ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞതും ഫീൽഡിലെ ചോരുന്ന കൈകളും ജസ്പ്രീത് ബുംറയ്ക്ക് മറ്റു ബൗളർമാർ പിന്തുണ നൽകാത്തതുമൊക്കെ തോൽവിക്ക് കാരണമായി. ടീം അഴിച്ചുപണിതും ഓട്ടക്കൈകൾ മാറ്റിയുമൊക്കെയാണ് ഇന്ത്യക്ക് എന്നും ബാലികേറാമലയായ എഡ്ജ്ബാസ്റ്റണിൽ ശുഭ്മാൻ ഗില്ലും കൂട്ടരും നിർണായക പോരിനിറങ്ങുന്നത്. എഡ്ജ്ബാസ്റ്റണിൽ കളിച്ച 8-ൽ 7 ടെസ്റ്റിലും തോറ്റ ചരിത്രമാണ് ഇന്ത്യയുടേത്. ഏക സമനില നേടാനായത് 1986-ൽ കപിൽ ദേവിന്റെ കാലത്ത്. ജസ്പ്രീത് ബുംറ കളിക്കുമോ എന്ന കാര്യത്തിലാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ബുംറ മത്സരത്തിന് സജ്ജനെന്നും എന്നാൽ ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻഡോഷ്കോറ്റയുടെ പ്രതികരണം. ഇപ്പോഴേ ദുർബലമായ ബൌളിംഗ് നിര ബുംറ കൂടിയില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. ബുംറ കളിക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗ്, ആകാശ് ദീപ് എന്നിവരിൽ ഒരാളെ പരിഗണിക്കും. ഷാർദുൽ താക്കൂറിനെ മാറ്റി നിതീഷ് കുമാർ റെഡ്ഡിയെ തിരികെ വിളിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു മാറ്റം. 2 ദിവസം മുമ്പ് തന്നെ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആതിഥേയരായ ഇംഗ്ലണ്ട്. സ്ക്വാഡിലേക്ക് ജോഫ്ര ആർച്ചറെ ക്ഷണിച്ചെങ്കിലും കഴിഞ്ഞ മത്സരത്തിലെ വിജയ ഫോർമുലയിൽ മാറ്റം വരുത്താതെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുക. സ്പോർട്സ് ഡെസ്ക് 24. മലയാളി താരം സഞ്ജു സാംസണിനെ റാഞ്ചാൻ ചെന്നൈ സൂപ്പർ കിങ്സ്. സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താൽപര്യമുണ്ടെന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റിലെ പ്രധാനികളിൽ ഒരാൾ സ്ഥിരീകരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. മലയാളി താരവും രാജസ്ഥാൻ റോയൽസ് നായകനുമായ സഞ്ജു സാംസണെ റാഞ്ചാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുന്നതായി കുറച്ചു നാളുകളായി അഭ്യൂഹങ്ങളുണ്ട്. ഇക്കാര്യം ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റിലെ പ്രധാനികളിൽ ഒരാൾ തന്നെ സ്ഥിരീകരിച്ചെന്നാണ് പ്രമുഖ ക്രിക്കറ്റ് വെബ്സൈറ്റായ ക്രിക്ബസിന്റെ റിപ്പോർട്ട്. സഞ്ജു ഇന്ത്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറും ഓപ്പണറുമാണ്. ലഭ്യമാണെങ്കിൽ സഞ്ജുവിനെ ടീമിലെത്തിക്കും. എന്നാൽ ട്രേഡിംഗിന്റെ കാര്യങ്ങളിലേക്കൊന്നും ചർച്ചകൾ പോയിട്ടില്ല. CSK മാനേജ്മെന്റിലെ പ്രധാനിയുടെ വാക്കുകൾ ഇങ്ങനെയെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട്. MS ധോണി നായകസ്ഥാനം ഒഴിഞ്ഞതോടെ കഴിഞ്ഞ 2 സീസണിലും ഋതുരാജ് ഗെയ്ക്വാദാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകൻ. ഈ സീസണിനിടയ്ക്ക് ഋതുരാജിന് പരിക്കേറ്റപ്പോൾ ധോണി വീണ്ടും ക്യാപ്റ്റനാവുകയും ചെയ്തു. കഴിഞ്ഞ 2 സീസണുകളിലും പ്ലേ ഓഫിലെത്താൻ സാധിക്കാതെ വന്നതോടെ ഋതുരാജിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവന്ന ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനാണ് CSKയുടെ പദ്ധതിയെന്നാണ് അഭ്യൂഹങ്ങൾ. കഴിഞ്ഞ 8 സീസണുകളിലായി രാജസ്ഥാനായി കളിക്കുന്ന സഞ്ജുവും മാറി ചിന്തിക്കുന്നെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സ്പോർട്സ് ഡെസ്ക് 24. വിംബിൾഡൺ ടെന്നീസ് 2ാം റൗണ്ടിൽ ജയം ലക്ഷ്യമിട്ട് നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽഖരാസ് ഇന്ന് കളത്തിൽ. ബ്രിട്ടന്റെ ഒലിവർ ടാർവറ്റാണ് എതിരാളി. ആദ്യ റൗണ്ടിൽ 5 സെറ്റ് നീണ്ട കടുത്ത പോരാട്ടം ജയിച്ചാണ് അൽഖരാസ് 2ാം റൗണ്ടിലെത്തിയത്. വനിതാ സിംഗിൾസിൽ 1ാം സീഡ് അരീന സബലങ്കയും 2ാം റൗണ്ട് പോരിനിറങ്ങും. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഉൾപ്പെട്ട സഖ്യവും ആദ്യ റൗണ്ട് പോരിനിറങ്ങുന്നുണ്ട്. അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘം യാത്ര തിരിച്ചു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. ഗുഡ് മോർണിംഗ് അഗെയിൻ ബൽറാം. ഈ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണല്ലോ ഒരുക്കിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. അമർനാഥ് തീർത്ഥയാത്ര നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്ന് യാത്ര തിരിച്ചു. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് ഈ അമർനാഥ് തീർത്ഥാടകരുടെ ആദ്യ സംഘത്തിൻ്റെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. പ്രത്യേക പൂജകൾക്ക് ശേഷമായിരുന്നു ഈ ചടങ്ങ് നടന്നത്.
ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ യാത്രയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിലും ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരാമർശിച്ചു. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായും ജമ്മു ശ്രീനഗർ ഹൈവേയിൽ പൂർണ്ണമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ 100 മീറ്റർ അകലത്തിൽ പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നു. CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ ക്രമീകരിച്ചിട്ടുണ്ട്. 2 റോഡുകളാണ്, 2 മാർഗങ്ങളാണ് ഈ അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ പേർ സഞ്ചരിക്കുന്ന ഈ റൂട്ട് എന്നുള്ളത് പെഹൽഗാം വഴിയുള്ള റൂട്ടാണ്. ബട്ടാൽ വഴിയുള്ള മറ്റൊരു റൂട്ട് കൂടിയുണ്ടെങ്കിൽ പോലും പെഹൽഗാം വഴിയാണ് കൂടുതൽ തീർത്ഥാടകരും ആശ്രയിക്കുക പതിവ് എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവ ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹെലികോപ്റ്റർ അടക്കമുള്ള സർവീസുകൾ ഇത്തവണ ഉണ്ടാകില്ല എന്ന് സംഘാടകർ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ അമർനാഥ് തീർത്ഥയാത്രയുടെ റൂട്ട് മുഴുവനായും നോ ഡ്രോൺ സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇത്തവണ തീർത്ഥാടകർക്ക് അതുകൊണ്ട് തന്നെ കാൽനടയായും കുതിര സേവനവും മറ്റും സേവനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക എന്നും സംഘാടകർ അറിയിച്ചിരിക്കുന്നു. സുരക്ഷാ സേനയുടെ സൈന്യത്തിൻ്റെതടക്കമുള്ള പ്രത്യേക ക്രമീകരണങ്ങളും നിരീക്ഷണവും കൃത്യമായ ഇടവേളകളിൽ ഇത്തവണ ഈ അമർനാഥ് തീർത്ഥയാത്ര പൂർത്തിയാക്കുന്ന സമയം വരെ ഉണ്ടാകുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ 38 ദിവസത്തേക്കാണ് അമർനാഥ് തീർത്ഥയാത്ര നടക്കുക. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് ഗൂഢാലോചനയാണെന്ന് RJD നേതാവ് തേജസ്വി യാദവ്. 2 മാസം കൊണ്ട് 8 കോടി ജനങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നത് പ്രായോഗികമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ ഉത്തരവുകൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്നും തേജസ്വി യാദവ് കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ ബീഹാറിൽ വലിയ വിമർശനമാണല്ലോ തേജസ്വി യാദവ് ഉയർത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഒരു ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, അതുപോലെ ഇത്തരത്തിൽ 8 കോടി ജനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്ന അപഹാസ്യമായ ഒരു പ്രക്രിയയാണെന്ന ഒരു ആരോപണം. വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഉന്മേഷ്, ബീഹാർ തിരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് വോട്ടർമാരുടെ പട്ടിക പുതുക്കാനുള്ള തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നു. ഇതിനെതിരെയാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി പ്രതിപക്ഷ നേതാവും RJD നേതാവുമായ തേജസ്വി യാദവ് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. BJPയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ നീക്കം എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണ നിലയിൽ സംസ്ഥാനത്തെ 8 കോടി വോട്ടർമാരുടെ പട്ടിക തയ്യാറാക്കാൻ 2 വർഷം എങ്കിലും സമയമെടുക്കും. 2003 ഏറ്റവും അവസാനമായി വോട്ടർ പട്ടിക പുതുക്കിയത്. ആ ഒരു ഘട്ടത്തിൽ 2 വർഷത്തിലേറെ സമയമെടുത്തായിരുന്നു വോട്ടർ പട്ടിക പുതുക്കിയത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 മാസത്തിൽ താഴെ മാത്രം സമയമെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, സമയം ബാക്കിയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വോട്ടർ പട്ടിക പുതുക്കാൻ തീരുമാനിച്ചത് അത് ഒരു തരത്തിലും പ്രായോഗികമല്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോയത്. ഇതിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ കോൺഗ്രസും ശക്തമായ ഭാഷയിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. മഹാരാഷ്ട്രയിലേതുപോലെയുള്ള ഒരു നീക്കത്തിനാണ് ഈ ബീഹാർ തിരഞ്ഞെടുപ്പിലും ശ്രമം എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ പ്രതികരണം തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീരുമാനത്തിനെതിരെ. ക്രിസ്റ്റീന, ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പഹൽഗാം ഭീകരാക്രമണത്തെ ഇപ്പോൾ ക്വാഡ് യോഗം ശക്തമായി അപലപിച്ചിരിക്കുന്നു. കുറ്റവാളികളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള സംയുക്ത പ്രസ്താവന ഇപ്പോൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൻ്റെതായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് നൽകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധി അന്വേഷിച്ച വിദഗ്ധ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകും. വിവിധ വകുപ്പ് മേധാവികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളടക്കം ഉൾപ്പെടുത്തിയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുക. ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ അടക്കമുള്ള നൂലാമാലകൾ ലഘൂകരിക്കണം എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് സൂചന. സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഈ റിപ്പോർട്ട് എപ്പോൾ കൈമാറും? സലിം.
ഉന്മേഷ്, ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ അവിടുത്തെ തന്നെ വിവിധ വകുപ്പ് മേധാവികളുമായി സംസാരിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ചെയ്താണ് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏതൊക്കെ സാഹചര്യത്തിലാണ് ശസ്ത്രക്രിയ മുടങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് രോഗികളിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നുണ്ട്. ഈ പർച്ചേസിംഗിന്റെ പ്രശ്നമാണ് പ്രധാനമായും ഉപകരണങ്ങൾ എത്താത്തതിന്റെ പ്രധാന കാരണം എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നൂലാമാലകൾ പരിഹരിക്കണം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്നതും അത് കൃത്യസമയത്ത് അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിച്ചിട്ടുണ്ട്. അക്കാര്യവും ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും. മാത്രമല്ല, വളരെ വേഗത്തിൽ തന്നെ ഉപകരണങ്ങൾ എത്തുകയും ചികിത്സാ സഹായത്തിനായുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് ഒരു അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. അത്തരം അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ടാണ് ഈ വിദഗ്ധ സമിതിയോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 3 ദിവസം മുൻപാണ് ഈ വിദഗ്ധ സമിതി ഇവിടെ നിന്നും നിർദ്ദേശങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിച്ചത്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലെ പ്രാഥമിക റിപ്പോർട്ടാണ് ഇന്ന് സമർപ്പിക്കുക. അതിനുശേഷം 6 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവൻ റിപ്പോർട്ട്, പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ മാങ്ങാട്ടിടത്ത് കണ്ടെത്തിയ ബോംബുകൾ ഇന്ന് നിർവീര്യമാക്കും. പഴക്കമുള്ള സ്റ്റീൽ ബോംബുകളാണ് പോലീസ് കണ്ടെത്തിയത്. അതിൽ 2 ബോംബുകൾ മരത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ച് മൂടിയ നിലയിലായിരുന്നു. ബോംബുകളുടെ സ്ഫോടനശേഷി എത്ര എന്നതുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയുണ്ടാകും. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനങ്ങൾ? അരുൺ. ഉന്മേഷം, മാങ്ങാട്ടിടത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് 6 സ്റ്റീൽ ബോംബുകൾ ഇന്നലെ കണ്ടെത്തിയത്. അവിടെ പറമ്പിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ ബോംബുകൾ ഉണ്ടായിരുന്നത്. അവിടെ ഈ തോട്ടത്തിൽ പണിക്കായി എത്തിയവരാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി ആണ് ഈ ബോംബുകൾ കണ്ടെത്തിയത്. ഇത് നിർവീര്യമാക്കുന്ന നടപടിയാണ് ഇന്ന് ഉണ്ടാവുക. ബോംബ് സ്ക്വാഡിന്റെ സംഘം അവിടെ എത്തി നിർവീര്യമാക്കും. ഇന്നലെ ഈ ബോംബ് സ്ക്വാഡ് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയിലായിരുന്നത് തന്നെ ഈ ബോംബുകൾ നിർവീര്യമാക്കാൻ സാധിച്ചിരുന്നില്ല. ആ നടപടികൾ ഇന്ന് എന്തായാലും ഉണ്ടാവും. പിന്നീട് അതോടൊപ്പം തന്നെ ഈ ബോംബുകൾ എത്രത്തോളം എക്സ്പ്ലോസീവ് ആണ് അല്ലെങ്കിൽ എത്ര ശേഷിയുണ്ട് എന്ന കാര്യത്തിലും ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ ഇന്ന് അതിലൊരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഇത് അല്പം പഴയ ബോംബുകളാണ് എന്നതാണ് പോലീസ് പറയുന്നത്. മുമ്പ് എപ്പെങ്കിലും അവിടെ സൂക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ ഒളിപ്പിച്ചു വെച്ച് പിന്നീട് അത് അവർ ഉപേക്ഷിച്ചതാവാം എന്ന നിഗമനത്തിലാണ് എന്തായാലും പോലീസ് ഉള്ളത്. ഉപ്പിലപ്പീടിക സ്വദേശി പ്രകാശിന്റെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പാണ്. അത് കുറെ കാലമായി ആ പറമ്പ് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. അവിടെയാണ് ഇന്നലെ അത് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടി, കാടത്ത് വെട്ടിത്തെളിക്കുന്നതിനും അവിടെ ഉണ്ടായിരുന്ന തേങ്ങയൊക്കെ പൊറുക്കുന്നതിന് വേണ്ടിയാണ് പണിക്കാരെത്തിയത്. അപ്പോഴാണ് ഈ ബോംബ് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ സ്ഥലമുടമയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് കൂത്തുപറമ്പ് ASP അറിയിക്കുന്നത്. അവിടെ കഴിഞ്ഞ സമീപകാലത്തൊന്നും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. മുമ്പ് സംഘർഷങ്ങൾ ഉള്ള സ്ഥലമാണ്, പക്ഷെ ഈ സമീപകാലത്ത് അത്തരം പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ മുമ്പ് എപ്പെങ്കിലും ഇത്തരത്തിൽ ഒളിപ്പിച്ച് പിന്നീട് ഉപേക്ഷിച്ച ബോംബുകളാകാം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ക്വാഡ് യോഗം. കുറ്റവാളികളെയും ധനസഹായം നൽകുന്നവരെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവന. ഡൽഹിയിൽ നിന്ന് വീണ്ടും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഈ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം പുരോഗമിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ ഈ ഭീകരാക്രമണത്തിനെതിരായ നമ്മുടെ ശ്രമങ്ങൾ ഏത് തരത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത്, ഇക്കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങളോട് വിശദീകരിച്ചിരുന്നു. ആ വിശദീകരണങ്ങളൊക്കെ ഫലം കാണുകയാണ്, അത് ലോകം അംഗീകരിക്കുകയാണ് എന്ന് കൂടിയല്ലേ കരുതേണ്ടത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ
ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടുകൾ ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചിരുന്നു. അതിന് പ്രത്യേക പ്രതിനിധി സംഘങ്ങളെ ഉൾപ്പെടെ ആ ദൗത്യം ഏറ്റെടുത്തിരുന്നു. അത് ഫലം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ ഭാഗമായി ഇറക്കിയ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. US-ലെ വാഷിംഗ്ടണിൽ നടക്കുന്ന ഈ യോഗത്തിനിടെ ഇറക്കിയ പ്രസ്താവനയിൽ പെഹൽഗാം ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിലാണ് ക്വാഡ് യോഗം അപലപിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകൾ ആക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ ഈ നിന്ദ്യമായ ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായവരെ, അതിൻ്റെ ആസൂത്രണം നടത്തിയവരെ, അതിന് ധനസഹായം നൽകിയവരെ എല്ലാം തന്നെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഈ നടപടിക്ക് UN അംഗരാജ്യങ്ങൾ, UN സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സഹകരിക്കണം എന്നുമാണ് ഈ യോഗത്തിന്റെ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ US-ലെത്തിയ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈ പെഹൽഗാം ഭീകരാക്രമണം അടക്കമുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നടപടികൾ സംബന്ധിച്ചുള്ള എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ഇന്ത്യയുടെ നിലപാടുകൾ ഒരിക്കൽ കൂടി വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ പ്രതിഫലനമാണ് ക്വാഡ് യോഗത്തിന്റെ ഈ പ്രസ്താവന എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ക്രിസ്റ്റീന, ഉന്മേഷ്. മോർണിംഗ് ന്യൂസിന് സമയം പൂർണ്ണമാവുകയാണ്.